എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 345 അതായത് റിലേഷൻഷിപ്പ് ആൻഡ് കർമ്മ അതിലെ 5ാമത്തെ സീരീസാണ് ഇത്. ഇതിൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയാണ്. എന്നുവെച്ചാൽ കുറച്ച് കാര്യങ്ങൾ കൂടുതൽ പറയാനുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു എല്ലാം കൂടെ ഒന്നിച്ചിട്ടാൽ ചിലപ്പോൾ 1-1.5 മണിക്കൂറിന് പോകും. അപ്പം അത്രയും ഒറ്റയടിക്കൊന്നും നമുക്ക് കേൾക്കാനുള്ള ക്ഷമയില്ല, സമയമില്ല ആർക്കും. അപ്പോൾ നിങ്ങളുടെയും പരിമിതിയെല്ലാം കണ്ടിട്ടാണ് ഞാനും വിചാരിച്ചത് കുറേശ്ശെയായിട്ട് ഇടാം. അതുമാത്രമല്ല, സമയം പോലും നമ്മൾ എങ്ങനെയെങ്കിലും കണ്ടെത്താമെന്ന് വെച്ചോണം. ഈ മാറ്റർ, അതായത് ആ സബ്ജക്റ്റ്, അതായത് ഈ വീഡിയോയുടെ വിഷയം, സബ്ജക്റ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഒരു ലെവലിന് വളർന്നു, പഠിച്ചു, ജോലി കിട്ടി, അടുത്തത് സ്വാഭാവികമായിട്ട് ഒരു ലൈഫ് പാർട്ട്ണറെ തിരഞ്ഞെടുക്കുന്നു, അത് ഒരു ലൈഫ് പാർട്ട്ണറെ തേടുന്നു എന്നുള്ളതാണ്. അപ്പം അതും നമ്മുടെ സൊസൈറ്റിയിലേക്കാണെങ്കിൽ പറയേ വേണ്ട. ഒരു പെൺകുട്ടി കല്യാണം കഴിയാതെ 30 വയസ്സായ എല്ലാവർക്കും അതിൽ ഭയങ്കര ബോധറേഷനാണ്. ബോധറേഷൻ എന്ന് വെച്ചാൽ അവർക്ക് ഉറക്കമില്ല. ഈ പെൺകുട്ടിക്ക് എന്താ കല്യാണം കഴിയാത്ത, ഈ എന്താ അമ്മയുടെ അടുത്ത് ചോദിക്കുക, അച്ഛൻ്റെ അടുത്ത് ചോദിക്കുക, അയലോക്കത്തുകാരടുത്ത് ചോദിക്കുക. കല്യാണം കഴിഞ്ഞോ, പകുതി അവർക്ക് സമാധാനം. എന്താണെന്ന് വെച്ചാലേ അവരുടെ കൂട്ടി അവർക്കും പ്രശ്നങ്ങൾ തുടങ്ങി. 30 വയസ്സ് വരെ കല്യാണം കഴിക്കാതെ സമാധാനമായിട്ടിരുന്നത് ഇവർക്കാണ് സഹിക്കാൻ വയ്യാത്ത കുഴപ്പം. പിന്നെ കൊച്ചില്ല, ഒരു കൊച്ചും കൂടെ ആയാൽ 100% അയലോക്കത്തുകാർക്കും നാട്ടുകാർക്കുമാണ് സമാധാനം. 100% സമാധാനം. എന്നുവെച്ചാൽ ആവശ്യത്തിന് അവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ട്. അവർ നമ്മളുടെ കൂട്ട് കഷ്ടപ്പെടുവാണ് എന്നുള്ള വിചാരം, അല്ലാതെ യാതൊരു ഇങ്ങനത്തെ ദുരുദ്ദേശങ്ങളേ ഉള്ളൂ. ഫോറിനിലൊക്കെ ഇതൊന്നും ആരും മൈൻഡ് ചെയ്യത്തില്ല. ഈ വേണ്ടാത്ത സംസാരം, വേണ്ടാത്ത ചിന്ത, വേണ്ടാത്ത ചോദ്യങ്ങൾ, ഇതെല്ലാം നമ്മുടെ നാട്ടിലാണ്. അതൊക്കെ മാറ്റാനുള്ള സമയം കഴിഞ്ഞു. എന്നിട്ടും ആൾക്കാർ മാറുന്നില്ല എന്നുള്ളതാണ് വിഷമത്തിനൊരു കാര്യം. ഓക്കെ, അതൊരു ഭാഗം, അത് അവിടെ കിടക്കട്ടെ. അപ്പം ഈ കല്യാണം എന്ന് പറയുന്നത് അത് ലവ് മാരേജാണോ അറേഞ്ച്ഡ് മാരേജാണോ, ഏത് നല്ലത്, അങ്ങനൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല. അതെല്ലാം വേറെ ഒരു വിഷയം. ഓക്കെ, ആ വിഷയം ടോട്ടലി എൻ്റെ വീഡിയോയ്ക്കും അതിനും യാതൊരു സംബന്ധവും ഇല്ല. അങ്ങനത്തെ വിഷയങ്ങളൊന്നും നമ്മൾ ചർച്ച ചെയ്യാനും പോകുന്നില്ല. ഇവിടെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കല്യാണം എന്ന് പറയുന്നത് നമുക്ക് 10-20 വയസ്സൊക്കെ 25 വയസ്സൊക്കെ ആകുമ്പോഴേ ദേഹരീതിയായിട്ടും ചില ആവശ്യങ്ങളുണ്ട്, മനോരീതിയായിട്ടും നമ്മൾക്ക് ചില ആവശ്യങ്ങളുണ്ട്. ഓക്കെ, ഇപ്പം ദേഹരീതിയാന്ന് പറയുമ്പോൾ അതിൻ്റെ ഹോർമോൺസ് ലെവൽ കൂടുന്നു. അതൊക്കെ ഇപ്പോഴൊക്കെ കണ്ട വളരെ മോശപ്പെട്ട രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ വെച്ചാൽ പണ്ടൊക്കെ കോളേജ് സ്റ്റുഡൻസ് ആയിരുന്നു ഈ ലവും അതും ഇതുമൊക്കെ പാത്തും പതുങ്ങിയും ഒക്കെയാണ് ആൾക്കാർ സ്നേഹിക്കുന്നതും കാണിക്കാതിരിക്കുന്നത്. ഇപ്പം അത് എല്ലാം ഓപ്പൺ. അതുമാത്രമല്ല, ഹൈസ്കൂൾ പിള്ളേരല്ല, മിഡിൽ സ്കൂൾ പിള്ളേർ വരെയാണ് ഇപ്പം ഇതിലൊക്കെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അതൊക്കെ വളരെ ഒരുമാതിരി നമ്മളുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അത് പോട്ടെ, അതൊക്കെ വേറെ ഒരു വിഷയത്തിൽ, ടോപ്പിക്കിൽ അടങ്ങും. ഇപ്പം അതല്ല ഞാൻ പറയാൻ വരുന്നത്. അതായത് ഹോർമോൺസൊക്കെ ചുരക്കുന്നു, ദേഹത്ത് സെക്രീറ്റ് ആകുമ്പോൾ അതിൻ്റേതായ ചില ആവശ്യങ്ങൾ വരുന്നു. പിന്നെ കുഞ്ഞുങ്ങൾ വേണം എന്നൊരു തോന്നൽ വരുന്നു. അങ്ങനെ അത് മാത്രമല്ല, പ്രായം കൂടെ നമുക്കും ഒരു തുണ വേണം. നമ്മളുടെ മനസ്സിലുള്ളതൊക്കെ പറയാനും നമുക്ക് ഒരുമിച്ച് ഒരു സ്ഥലത്ത് പോകാനും വരാനും എല്ലാത്തിനും ഒരു തുണ വേണ്ടിയിരിക്കുന്നു.
അതാണ് ലൈഫ് പാർട്ട്ണർ. ലൈഫ് പാർട്ട്ണർ എന്ന് വെച്ചാൽ ജീവിത പര്യന്തം നമുക്ക് എൻ്റെ കൂടെ നിൽക്കും. അങ്ങനെയൊക്കെയാണ് ഈ അമ്മി ചവിട്ടി അരുന്ധതിയെ കാണിച്ച് 7 പ്രാവശ്യം അതിനെ ചുറ്റി വന്ന് ഹോമമൊക്കെ വളർത്ത് എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് ഈ കല്യാണത്തിൻ്റെ പ്രോസസ്സിൽ തന്നെ. ഇപ്പം അതെല്ലാം കാറ്റിലങ്ങ് പോയി. ഓക്കെ. എന്നാലും ഇതെല്ലാം ഉണ്ടാക്കി വെച്ചത് അക്കാലത്ത് ആൾക്കാർ വളരെ കാര്യമായിട്ട് ഒരുപാട് വിഷയങ്ങൾ അതിനകത്ത് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ. ഇപ്പം വന്ന് എല്ലാം ഓടിപ്പോന്നു. അമ്മയ്ക്കും അച്ഛനും പറയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുക, അല്ലെങ്കിൽ രജിസ്റ്റർ മാരേജ് ചെയ്യുക, അത്രയൊക്കെ ഒരുമാതിരി ഒരു കുത്തഴിഞ്ഞ രീതിയിലാണ് നമ്മുടെ സമൂഹം ഇതിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതും നമ്മളുടെ വീഡിയോയുടെ വിഷയത്തിലല്ല. പക്ഷേ ഞാൻ പറയാൻ വരുന്നത്, ഈ കല്യാണത്തിനെ നമ്മൾ ഒരു യുദ്ധകളമായിട്ട് കാണരുത്. ബാറ്റിൽ ഫീൽഡ്, യുദ്ധം നടക്കുന്ന ഒരു സ്ഥലമായിട്ട് ആക്കരുത്. കാണരുത് എന്ന് മാത്രമല്ല, ആക്കരുത്. എന്ന് വെച്ചാൽ ഒരുപാട് വീടുകളിൽ ശരിക്കും പറഞ്ഞാൽ യുദ്ധമാണ് നടക്കുന്നത്. സ്നേഹത്തിന് യുദ്ധം, മനസ്സിലാക്കുന്നതിന് യുദ്ധം, കാശിന് യുദ്ധം, ഞാൻ വലുതോ നീ വലുതോ എന്നുള്ള ഈഗോയ്ക്കുള്ള യുദ്ധം. അങ്ങനെ ലൈഫ് മൊത്തം നമ്മൾ പോരാടി തന്നെയാണ് നമ്മൾ കഴിയുന്നത്. പക്ഷേ യോഗാനന്ദ പരമഹംസ പറയുന്നത്, നിങ്ങൾ ഇതിനെ മാരേജ് എന്നുള്ള ഈ കല്യാണം എന്നുള്ള ഒരു ബന്ധത്തിനെ യുദ്ധകളമായിട്ട് നോക്കാതെ അതിനെ ഒരു അമ്പലമായിട്ട് കാണും. അതിനെ ഒരു പവിത്രതയായിട്ട് ഉള്ള ഒരു വിഷയമായിട്ട് നിങ്ങൾ കാണുമ്പം അതിൽ 2 സോൾ ഇണയുന്നു. ആ 2 സോളും അങ്ങോട്ടും ഇങ്ങോട്ടും പാഠങ്ങൾ പഠിപ്പിക്കാനായിട്ട്, അതായത് 2 സോളിൻ്റെയും ആത്മീയ പരിണാമത്തിന് വേണ്ടിയാണ് 2 സോള് ഇണയുന്നത്. അതാണ് യഥാർത്ഥത്തിൽ സോൾ പ്ലാനിങ്ങിൽ നടക്കുന്നത്. ഓക്കെ, നിനക്കില്ലാത്തത് എനിക്കുണ്ട്, എനിക്കില്ലാത്തത് നിനക്കുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സഹായിച്ച് 2 സോളും നല്ല രീതിയിൽ വളരാൻ സഹായിക്കട്ടെ എന്നുള്ള സോൾ പ്ലാനിങ്ങിലാണ്. അപ്പം ഓബ്വിയസ്ലി എന്ന് വെച്ചാൽ വളരെ കൺകൂടായിട്ട് നമുക്ക് മനസ്സിലാവുന്നത്, ഒരാളിനുള്ളത് ഇന്നൊരാളിനില്ല. പുരുഷൻ്റെ അടുത്തുള്ളത് സ്ത്രീക്ക് അടുത്തില്ല, സ്ത്രീ അടുത്തുള്ളത് പുരുഷൻ്റെ അടുത്തില്ല. അപ്പോൾ 2ഉം കൂടെ ചേരുമ്പോഴാണ് ഒരു ഫുൾ ലൈഫ് ആവുന്നത്. ഓക്കെ, അങ്ങനെയൊക്കെയാണ് ഈ കല്യാണം എന്നുള്ള ഒരു കാര്യം സൊസൈറ്റിയിൽ വന്നത്. പക്ഷേ ഇപ്പം വീണ്ടും അതിനൊന്നും ഒരു വിലയില്ലാതെ പോയി. ഓക്കെ, ഇതിൽ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ യുവർ സ്പൗസ് ഈസ് യുവർ കർമ്മ, റിഫ്ലക്ഷൻ ഓഫ് യുവർ കർമ്മ. അതായത് നമുക്ക് കിട്ടുന്ന ലൈഫ് പാർട്ട്ണർ എന്ന് പറയുന്നത് നമ്മളുടെ കർമ്മ അനുസരിച്ച് കിട്ടുന്നതാണ്. അല്ലെങ്കിൽ നമ്മളുടെ സോൾ എന്തൊക്കെ പാഠം പഠിക്കണമെന്ന് ഈ ജന്മത്തെ ആഗ്രഹിക്കുന്നോ ആ കാര്യങ്ങളൊക്കെയാണ് പഠിക്കാനുള്ള സാഹചര്യം വരുത്തുന്ന ഒരാളിനെ ആയിരിക്കും നമ്മൾ കെട്ടുന്നത്. അത് അങ്ങനെ വേണം നമ്മൾ കാണാൻ. ഓക്കെ, ഇപ്പം ഭാര്യയും ഭർത്താവും 2 പേരിൽ 2 പേർക്കും ഭയങ്കര വാക്കുവാദം, ആർഗ്യുമെൻറ്റ്സ്. 2 പേരും ആർഗ്യുമെൻറ്റേറ്റീവാണ്. നീ ചെയ്തത് ശരിയല്ല, നിങ്ങളുടെ അമ്മ ചെയ്തത് ശരിയല്ല, നിങ്ങളുടെ അച്ഛൻ അന്ന് ചെയ്തത് ശരിയാണോ, നിങ്ങളുടെ ചേച്ചി പറഞ്ഞത് ശരിയാണോ, അനിയത്തി പറഞ്ഞത് ശരിയാണോ, അനിയൻ പറഞ്ഞത് ശരിയാണോ, നിൻ്റെ വീട്ടുകാർ ഇത് തന്നില്ല, ഡൗറി തന്നില്ല, കുറേ പണം തരാമെന്ന് നിൻ്റെ അച്ഛൻ വാഗ്ദാനം തന്നു, പക്ഷേ ഇത്രയും വർഷമായി ഇനിയും തന്നില്ല. ഇതൊക്കെയാണ് ഈ കല്യാണത്തിൽ വരുന്ന പ്രശ്നങ്ങൾ. ചെറിയ ചെറിയ കാര്യങ്ങളിൽ തുടങ്ങി വലിയ വലിയ കാര്യങ്ങളിൽ വന്ന് തീരുന്നു. അപ്പം ഈ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുവാദം നടത്തുമ്പം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട്
വഴക്കിടുന്ന വഴക്കാളിയായിട്ടുള്ള ഒരു ലൈഫ് പാർട്ട്ണറെ കിട്ടിയാൽ അതിൽ നിന്ന് നമുക്ക് ചില ഇൻസൈറ്റ്സ് കിട്ടും. ഇൻസൈറ്റ്സ് എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ചില കാര്യങ്ങൾ മനസ്സിലാകണം. മനസ്സിലായില്ലെങ്കിൽ വേറെ ഒരു ജന്മം എടുക്കേണ്ടി വരും. വീണ്ടും ഇതേപോലെ ഒരു ലൈഫ് പാർട്ട്ണർ കിട്ടും. അപ്പോഴും നമ്മൾ പഠിച്ചില്ലെങ്കിൽ ഇനിയൊരു ജന്മം എടുക്കണം. അങ്ങനെയൊക്കെയാണ് ഈ പാഠങ്ങൾ പഠിക്കാൻ വേണ്ടി 2 ആത്മാക്കൾ പാഠങ്ങൾ പഠിച്ചെടുക്കാനും പഠിപ്പിക്കാനും സഹായകരമായ 2 ആത്മാക്കൾ ഒന്നിച്ച് ചേരുന്നതാണ് ഈ കല്യാണം എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ ലൈഫ് പാർട്ട്ണർ ഉപയോഗിക്കുന്ന വാക്ക് ഭയങ്കരമായിട്ട് നമ്മളെ വേദനിപ്പിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ പല കാര്യങ്ങളും അതിന് ഒരു അവയർനെസ്സാണ് തരുന്നത്. എന്തോ അവയർനെസ്? ശരി, ഇപ്പോൾ ഒരു ഹസ്ബൻഡ് ഭയങ്കരമായിട്ട് വൈഫിനെ കുറ്റപ്പെടുത്തിയിട്ട് പോന്നു. അപ്പോൾ ആ കുറ്റപ്പെടുത്തുമ്പം അല്ലെങ്കിൽ വളരെ ഹേർട്ടിങ്ങായിട്ട് സംസാരിച്ചിട്ട് പോന്നു. അപ്പം അതിൽ നിന്ന് നമ്മൾ എന്ത് പാഠം പഠിക്കാം? വേറെ ഒന്നുമില്ല. വളരെ സൂപ്പർഫിഷ്യലായിട്ട് മേലോട്ടമായിട്ട് നോക്കിയാൽ തന്നെ നമ്മൾ ആരെയും ഹേർട്ട് ചെയ്യാൻ പാടില്ല. നമ്മളുടെ വാക്ക് കൊണ്ട് നമ്മൾ ആരെയും ഹേർട്ട് ചെയ്യാൻ പാടില്ല. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ വാക്ക് നമ്മളെ നെഞ്ചിനെ തുളച്ച് കയറി. ഈ ജന്മത്ത് മറക്കാൻ വയ്യാത്ത രീതിയിൽ ചില ചോദ്യങ്ങളാണ് ചോദിച്ചിട്ട് പോയിരിക്കുന്നത്, അല്ലെങ്കിൽ പറഞ്ഞിട്ട് പോയിരിക്കുന്നത്, അല്ലെങ്കിൽ വഴക്കിൻ്റെ ഇടയിൽ ഉണ്ടായത്. അങ്ങനെ ഉള്ളപ്പം നമ്മൾ ആരെയും ഇനി ഹേർട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു പാഠം പഠിച്ചാൽ പിന്നെ ഇങ്ങനത്തെ ഒരു ആർഗ്യുമെൻറ്റ്സ് വരത്തേയില്ല. അപ്പോൾ വരാതെ ഉടനെ ഹസ്ബൻഡ് മാറുമോ, അല്ലെങ്കിൽ വൈഫിൻ്റെ സ്വഭാവം മാറുമോ, അല്ലെങ്കിൽ ആ ബന്ധം മുറിഞ്ഞു പോകുമോ? അങ്ങനല്ല. ഇരുന്നാലും സാഹചര്യങ്ങൾ കുറേശ്ശെ നമുക്ക് സാധകമായിട്ടിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഞാൻ സ്പിരിച്വൽ ലൈനിൽ തീവ്രമായിട്ട് ഇറങ്ങുന്നതിന് മുമ്പേ, അതായത് കൊച്ചിലേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സ്പിരിച്വാലിറ്റിയിൽ ഭയങ്കര ഇൻട്രസ്റ്റാണ്. നമ്മുടെ വീട്ടിലും എല്ലാവരും അങ്ങനെയായിരുന്നു. ഞാൻ വളർന്നു വന്ന സാഹചര്യവും അങ്ങനെയായിരുന്നു. തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഞങ്ങളുടെ അമ്മൂമ്മ പറയും എല്ലാം മായ എന്ന് പറഞ്ഞാണ് അവർ ജീവിച്ചത്. അപ്പോൾ അത് കേട്ട് വളർന്ന ഞാനും ആത്മീയതയിൽ കൊച്ചിലേ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കല്യാണം കഴിഞ്ഞ് പോയ വീടും കുറേ എനിക്ക് പാഠങ്ങൾ പഠിപ്പിച്ചു. എന്നുവെച്ചാൽ MSc പഠിക്കുന്നവരെ നല്ല രീതിയിൽ പഠിച്ചു. SSLCയിൽ നല്ല മാർക്കുണ്ടായിരുന്നു, PUCയിൽ നല്ല മാർക്കുണ്ടായിരുന്നു, ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നു, ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷൻ. BScയിൽ യൂണിവേഴ്സിറ്റി റാങ്ക് ഉണ്ടായിരുന്നു, MScയിൽ യൂണിവേഴ്സിറ്റി റാങ്ക് ഉണ്ടായിരുന്നു. പഠിച്ച് ഇറങ്ങി റിസൾട്ട് വന്ന അടുത്ത മാസമേ കോളേജിൽ ജോലി കിട്ടി. പിന്നെ കോളേജിൽ നിന്ന് +2 ടീച്ചറായി. നല്ല സ്കൂളിലായിരുന്നു. അപ്പോൾ ആ സ്കൂളിലൊക്കെ ഞാനായിരുന്നു ഏറ്റവും യങ്ങസ്റ്റ്. അപ്പോൾ അവരൊക്കെ എന്നെ കുട്ടിയുടെ കൂട്ടാണ് എന്നെ കൊണ്ടു നടന്നതും എനിക്ക് കുറേ പഠിപ്പിച്ച് തന്നതുമൊക്കെ. ഞാൻ നല്ല പഠിപ്പിക്കുമായിരുന്നു, പക്ഷേ വേറെ പല കാര്യങ്ങൾ ഒരു ടീച്ചിങ് പ്രൊഫഷനിൽ എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് എൻ്റെ പ്രിൻസിപ്പൽ ഉൾപ്പെടെ എൻ്റെ കലീഗ്സ് ഉൾപ്പെടെ ഒരുപാട് ടീച്ചേഴ്സായിരുന്നു അവിടെ. അവരെല്ലാവരും എനിക്ക് പല രീതിയിൽ എന്നെ സഹായിച്ചു. എന്നെ വളർത്തിയെടുത്തു അവർ, അങ്ങനെ വേണം പറയാൻ. പക്ഷേ ആ ഒരു കാര്യങ്ങളെല്ലാം മാറി ഭയങ്കര ഒരു യുദ്ധകളമായിട്ട് തന്നെയാണ് എൻ്റെ മാരീഡ് ലൈഫും ആയത്. എല്ലാം അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. എൻ്റെ ഭർത്താവ് മൂത്ത ആളാണ്. അദ്ദേഹത്തിന് ഒരു അനിയനുണ്ട്, അനിയത്തിയുണ്ട്. അപ്പം ഇദ്ദേഹത്തിൻ്റെ കല്യാണമായിരുന്നു ആദ്യം. അപ്പോൾ അമ്മയുണ്ട്, അച്ഛനുണ്ട്. അപ്പോൾ ഇവർ 5 പേരും ഒരേ വീട്ടിൽ താമസിക്കുന്നു. ഞാൻ അവിടെ കയറി ചെല്ലുന്നു.
അവിടെയും എനിക്ക് യാതൊരു സ്ഥാനവും ഇല്ലായിരുന്നു. അവരഞ്ചു പേരും ഒന്നാണ്. ആർക്കും നമ്മളെ മനസ്സിലാക്കാനോ സ്നേഹിക്കാനോ ഒന്നിനും ഒരു മനസ്സില്ലായിരുന്നു ആർക്കും. അപ്പോൾ ഞാനും വിചാരിച്ചു ശരി, നമ്മൾ കല്യാണം കഴിഞ്ഞ് പോന്നു, നല്ല ഒരു വീട്, നല്ല ഒരിത്, നല്ല എനിക്ക് ഒരു ഭർത്താവ്, നാളെ കുഞ്ഞുങ്ങളുണ്ടാകും, അങ്ങനെയൊക്കെ എല്ലാ രീതിയിലും ഒരു വളരെ നല്ല ഒരു സ്വപ്നം കണ്ടുകൊണ്ടാണ് ആ വീട്ടിൽ കയറിയത്. എല്ലാ പെണ്ണുങ്ങളുടെയും സ്ഥിതി ഇതാണ്. വീട്ടിൽ ശരിയില്ലെങ്കിലും അമ്മയും അച്ഛൻ്റെയും സ്നേഹം കിട്ടിയില്ലെങ്കിലും അവിടെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടെങ്കിലും പോട്ടെ, നമുക്കിന്ന് ഒരു കുടുംബം കിട്ടുന്നല്ലോ, നമ്മൾ നല്ല ഒരു കുടുംബത്തിൽ കയറുക, നമുക്കിന്ന് ഒരു ഫാമിലി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നൊക്കെ എല്ലാ പെണ്ണുങ്ങളും സ്വപ്നം കണ്ടുകൊണ്ടാണ് വേറൊരു വീട്ടിൽ, ഭർത്താവിൻ്റെ വീട്ടിൽ കയറിപ്പോകുന്നത്. പക്ഷേ ഇവിടെ എന്നെ സംബന്ധിച്ചവരെ 5 vs 1, 5 പേരും ഒന്നിച്ച്, 5 പേരും എനിക്ക് എതിരായിട്ട്. അങ്ങനെ കുറേ പാഠങ്ങളൊക്കെ പഠിച്ചു. പക്ഷേ എന്ത് മനപ്രയാസം അപ്പം ഉണ്ടായെങ്കിലും എനിക്ക് ഈ വിധി, കർമ്മ, മായ എന്നൊക്കെ പഠിച്ച് വളർന്നു വന്നുകൊണ്ട് നമ്മളെന്തോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് നമുക്കിത് തിരിച്ചടിക്കുന്നേ എന്നുള്ള ഒരു നല്ല ഒരു മനസ്സിലാക്കുന്ന ഒരു ശക്തി എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അവരെ വെറുത്തില്ല, അവരെ തള്ളിക്കളഞ്ഞില്ല. പക്ഷേ ഞാൻ കാണിക്കുന്ന സ്നേഹത്തിന് അവിടെ വിലയില്ല. അതാണ് സ്നേഹം, ലവ് ഈസ് എവറിത്തിങ് എന്നൊക്കെ പഠിച്ചുകൊണ്ട് പോയേ പിന്നീട്, മനസ്സിലാക്കിക്കൊണ്ട് പോയേ പിന്നീട് അവിടെ സ്നേഹം കാണിച്ചപ്പോൾ ആർക്കും നമ്മുടെ സ്നേഹം വേണ്ട. അവർക്കൊക്കെ എന്നെ സ്നേഹിക്കാനും വയ്യ, ഞാൻ കൊടുക്കുന്ന സ്നേഹത്തിനെ സ്വീകരിക്കാനും അവർ തയ്യാറല്ല. ഞങ്ങൾ 5 പേര് മാത്രമാണ് ഒറ്റക്കെട്ട്, നീ വേറെ എന്നുള്ളത് വളരെ ക്ലിയറായിട്ട് ഓരോ ആക്ഷനിലും ഓരോ സംസാരത്തിലും അവരെനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അതായത് സ്നേഹം കാണിച്ചാൽ അതിൽ മയങ്ങാത്തവരാരുമില്ല എന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കുടുംബം അങ്ങനെയായിരുന്നു. അവർക്ക് നമ്മളുടെ സ്നേഹം വേണ്ടേ വേണ്ട. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ കുറേ പാഠങ്ങൾ പഠിച്ചു. അപ്പം ഞാൻ ഇതൊക്കെ ഈ സ്പിരിച്വാലിറ്റിയിൽ ഇത്രയും സ്ട്രോങ് ആയിട്ട് ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ ഞാൻ എപ്പോഴും 2 കാര്യം പറയും. കല്യാണം കഴിക്കുന്നത് എന്തിനാ? നമ്മളെ അഡ്ജസ്റ്റ്മെൻറ്റ് പഠിപ്പിക്കാനാണ്. എല്ലാവരുടെ കൂടെയും അഡ്ജസ്റ്റ് ചെയ്യണം. ഇതിലെന്തിനാണ് ഞാൻ പെണ്ണുങ്ങളെക്കുറിച്ച് കൂടുതൽ പറയുന്നതെന്ന് വെച്ചാൽ, ഒരു പെണ്ണിനെയാണ് കെട്ടിച്ചുകൊണ്ട് വേറൊരു വീട്ടിൽ പോകുന്നത്. ഓക്കെ, ഒരു പുരുഷൻ താലി കെട്ടി ഒരു സ്ത്രീയെ അവൻ്റെ വീട്ടിൽ കൊണ്ടുപോകുന്നു. അപ്പം 25 വർഷം വളർന്ന ഒരു മരത്തിനെ വേരോട് പിഴുത് വേറൊരു സ്ഥലത്ത് കൊണ്ട് നട്ടുവെക്കുന്നു. അപ്പം അവിടുത്തെ സാഹചര്യങ്ങളും എല്ലാം വേറെയാണ്. അപ്പം കൂടുതൽ അഡ്ജസ്റ്റ്മെൻറ്റ് ആരെടുത്തു നിന്ന് വരണം? അവരുടെ വീട്ടിൽ നിന്ന് വരണം. അതാണ് അതിൻ്റെ ശരി. എല്ലാവരും ഈ പെണ്ണിനെയാണോ കുറ്റപ്പെടുത്തുന്നത്? പോയ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യാനേ അറിഞ്ഞുകൂടാ. അവർ കുറച്ച് നാൾ അഡ്ജസ്റ്റ് ചെയ്ത് കാണിച്ചു കൊടുത്താൽ ഈ സ്ത്രീ, കല്യാണം കഴിച്ച് പോയ പെണ്ണ് തന്നെത്താനെ അഡ്ജസ്റ്റ് ആവും. എന്നുവെച്ചാൽ ഇത്രയും വർഷം അവളുടെ സ്വന്തം വീട്ടിൽ അവളുടെ ഇഷ്ടത്തിന് വെച്ചാൽ അവളുടെ രീതിക്ക് ഒരു രീതി, അത് നല്ലതോ ചീത്തയോ, അവരുടെ ഒരു കൾച്ചറിൽ വളർന്നു വന്ന കുട്ടിയെ വേരോട് പിഴുത് വേറൊരു വീട്ടിൽ കൊണ്ട് വയ്ക്കുമ്പം അത് കുറച്ച് ബുദ്ധിമുട്ടാകും. അപ്പം ആ വീട്ടുകാരല്ലേ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത്, വീട്ടുകാരല്ലേ അഡ്ജസ്റ്റ് ചെയ്ത് കാണിക്കേണ്ടത്. മക്കളെ ഇത് ഞങ്ങളുടെ വീട്ടിൻ്റെ പാരമ്പര്യം, അല്ലെങ്കിൽ ഇത് ഞങ്ങളുടെ വീട്ടിൻ്റെ രീതി, ഇത് ഞങ്ങളുടെ വീട്ടിൻ്റെ കൾച്ചർ, ഇതിലോട്ട് നീ വന്നോ. അപ്പം വരാൻ അനുവദിക്കണം, അത് പറഞ്ഞു കൊടുക്കണം, വരുമ്പം സ്വീകരിക്കണം. ഇതൊന്നും ഒരു വീട്ടിലും നടക്കുന്നില്ല.
വന്ന പിറ്റേ ദിവസം തന്നെ കുറ്റം കാണുക, കുറ്റം പറയുക, അടിച്ചമർത്തുക എന്നുള്ളതാണ്. അവിടെയാണ് ഈ പ്രോബ്ലം തുടങ്ങുന്നത്. മനസ്സിലായോ? സോ കല്യാണം എന്ന് പറയുന്നത് നമുക്ക് എന്തൊരു പാഠം പഠിപ്പിക്കും? അഡ്ജസ്റ്റ്മെൻറ്റ്. ഹസ്ബൻഡിനോട് അഡ്ജസ്റ്റ് ചെയ്യണം. അത് ഏതേത് രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യണം, ഇതൊന്നും ഞാൻ വിസ്തരിക്കേണ്ട ആവശ്യമേ ഇല്ല. സോ മൊത്തം ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ് നമ്മൾ പഠിക്കേണ്ടത്. കുട്ടികളുണ്ടായാൽ അവർ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം ക്ഷമ, പേഷ്യൻസ്. എത്ര നമുക്ക് ക്ഷമ ഉണ്ടോ അത്രയ്ക്ക് നമുക്ക് നല്ലത്. അല്ലെങ്കിൽ ആ കുട്ടികൾ നമ്മളെ പാഠം പഠിപ്പിക്കും. എത്രയ്ക്ക് ക്ഷമയോടുകൂടി നമ്മൾ ജീവിതത്തിനെ അപ്രോച്ച് ചെയ്യുന്നോ അത്രയ്ക്ക് നമുക്ക് വിജയം, അല്ലെങ്കിൽ ഇല്ല. ഈ അഡ്ജസ്റ്റ്മെൻറ്റും ക്ഷമയും ഇത് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ പഠിക്കേണ്ട കാര്യമാണ്. ഇതിൽ പെണ്ണുങ്ങൾക്ക് കൂടുതൽ പ്രയാസം, പക്ഷേ ആണുങ്ങൾക്കും ഉണ്ട്. ഓക്കെ, അതാണ് ഞാനും പറയാൻ പറ്റുന്നത്. അപ്പം നമ്മുടെ ലൈഫ് പാർട്ട്ണറുടെ കൂടെ വഴക്ക് ഇടുന്നതിനെക്കാട്ടിലും ഇവൾ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതിൻ്റെ അടുത്ത് പെരുമാറുന്നു, അല്ലെങ്കിൽ ഇദ്ദേഹം എൻ്റെ അടുത്ത് ഇങ്ങനെ പെരുമാറുന്നു, ശരി, ഇതിൽ നിന്ന് ഞാൻ എന്ത് പാഠം പഠിക്കണം? അങ്ങനെ ഒരു ചോദ്യം ചോദിച്ച് നമ്മൾ നേരത്തെ ശീലിപ്പിച്ചാൽ, നമ്മുടെ മനസ്സിനെ ശീലിപ്പിച്ചാൽ നമുക്കത് വലിയ ഒരു അടിയായിട്ട് തോന്നത്തില്ല. ഓക്കെ, ഇതൊക്കെയാണ്. ഓക്കെ, ഈ ആളുകളൊക്കെ ഇങ്ങനെയൊക്കെയാണ്. ശരി, ഇതിലെന്തോ ഉണ്ട്, നമ്മളുടെ സോൾ തിരഞ്ഞെടുത്തതല്ലയോ എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടെങ്കിൽ പിന്നെ ഏത് കഷ്ടപ്പാടും വന്നാലും നമുക്ക് അതിനെ തരണം ചെയ്തു പോകാൻ പറ്റും. ഓക്കെ, അപ്പം ഞാൻ എന്ത് പാഠം പഠിക്കണം? എന്നുള്ളിൽ എൻ്റെ അടുത്തുള്ള പോരായ്മ എന്തുവാ? എനിക്ക് സ്നേഹിക്കാൻ അറിഞ്ഞൂടെ? എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ അറിഞ്ഞൂടെ? എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞൂടെ? എന്തുകൊണ്ട് ഇവരെല്ലാം എനിക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്നു? അപ്പം എൻ്റെ പുറത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? ഇത്രയും നാൾ ഞാൻ വളർന്ന രീതി ശരിയല്ലയോ? അങ്ങനെ നമ്മൾ കുറേ ചോദ്യം ചോദിച്ച് അതിനെന്ന് വിചാരിച്ച് പക്ഷേ യാതൊരു കാരണം കൊണ്ടും അടിമപ്പെട്ട് കിടക്കേണ്ട കാര്യമില്ല. ഈ ഫിസിക്കൽ അബ്യൂസും മെൻ്റൽ അബ്യൂസും ഒന്നും നമുക്ക് സഹിക്കേണ്ടിയ കാര്യമില്ല. അല്ലാതെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ പോകണം, അല്ലെങ്കിൽ പറ്റില്ല. അപ്പം ഇത് ഈ കല്യാണം അല്ലെങ്കിൽ മാരേജ് എന്ന് പറയുന്നത് തന്നെ ഒരു സ്പിരിച്വൽ കോൺട്രാക്റ്റാണ്. അപ്പോൾ നമ്മളൊരു വീട് വയ്ക്കുന്നു, ഒരു കമ്പനിയോട് കൂടി കോൺട്രാക്റ്റ് അഗ്രിമെൻ്റ് ഇടുന്നു. നീ 6 മാസത്തിനകം ഈ വീട് പൂർത്തീകരിച്ച് തരണം, നിനക്ക് ഇത്ര പൈസ തരും, ഇത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്, അപ്പോൾ ഒരു സ്ക്വയർ ഫീറ്റിന് ഇത്ര റേറ്റ് വെച്ച് നിനക്ക് ഇത്രയും, അത് ഘട്ടം ഘട്ടമായിട്ട് നിനക്ക് തരും. അങ്ങനെയൊക്കെ അഗ്രിമെൻ്റ് ഇടുന്നു, ഒരു കോൺട്രാക്റ്റ്. അതുപോലത്തെ നമ്മൾ പേപ്പറിലും പെൻസിലിലും എഴുതാത്ത ഒരു കാലം പോരാ നമ്മളുടെ കൂടെ വരുന്ന ഒരു കോൺട്രാക്റ്റാണ് ഈ കല്യാണം എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ക്ഷമ പഠിപ്പിക്കണം, സ്നേഹം, അനുകമ്പം, ശക്തി, ക്ഷമിക്കാനുള്ള ശക്തി, മറക്കാനുള്ള ശക്തി. ഇത് ഞങ്ങളുടെ അമ്മൂമ്മ പറയുമായിരുന്നു, ഒരു പെണ്ണ് കല്യാണം കഴിഞ്ഞ് അവരുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോകുമ്പം ഒരു കണ്ണില്ല ഒരു കാതില്ല എന്ന് അഭിനയിക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്തുവാ ഒരു കണ്ണില്ല ഒരു കാതില്ല? പകുതി കണ്ടും കാണാതെയും ഇരിക്കണം, പകുതി കേട്ടും കേൾക്കാതെയും ഇരിക്കണം, അതിൻ്റെ അർത്ഥമാണ് എന്ന് ഞങ്ങളുടെ അമ്മൂമ്മ എന്നെ പഠിപ്പിച്ചാണ് അയച്ചത്. അതായത് പലതും അവർ നമ്മളെ കുറ്റപ്പെടുത്തുന്നു, നമ്മളടുത്ത് കുറ്റം കണ്ടുപിടിക്കുന്നു, നമ്മളെ അടിച്ചമർത്തുന്നു, ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പം അവിടെ എന്തുവാ നമ്മൾ പഠിക്കുന്നത്? ഫർഗീവ്നെസ്. എന്നിട്ടും നമ്മൾ അവരുടെ കൂടെ ജീവിക്കുന്നു. അതാണ് ക്ഷമിക്കാനുള്ള ശക്തി. പകുതി പിന്നെ മറക്കുക. അത് ഓരോ കാര്യങ്ങളും നമ്മുടെ വീട്ടിൽ നടക്കുന്നതെല്ലാം ഓർത്തിരുന്നാൽ
ഈ ജന്മം പാഴും. അപ്പം ഫർഗീവ് ആൻഡ് ഫർഗെറ്റ്, ക്ഷമിക്കുക, മറക്കുക, ഈ പാഠങ്ങളെല്ലാം നമ്മൾ പഠിക്കണം. ചിലപ്പോൾ ഇതൊന്നും നമ്മളുടെ ജനിച്ച വീട്ടിൽ നടക്കത്തില്ല വെച്ചാൽ അതൊക്കെ പഠിക്കേണ്ട ഒരു സാഹചര്യം ഇല്ലയെന്ന് വെച്ചാൽ എന്തുകൊണ്ട്? നമ്മുടെ അമ്മ നമ്മളെ ക്ഷമിക്കുന്നു, നമ്മുടെ അച്ഛൻ മോളല്ലയോ പോട്ടെ, അവളത് അറിയാതെ പറഞ്ഞു പോയി, 25 വയസ്സായാലും കുഞ്ഞല്ലയോ പോട്ടെ, നമ്മുടെ കുഞ്ഞല്ലയോ, അവർക്ക് ക്ഷമിച്ചേ പറ്റൂ. അപ്പം അവർ ക്ഷമിക്കുന്നതുകൊണ്ട് നമ്മൾ ഈ ക്ഷമാശീലം പഠിച്ചെടുക്കുന്നില്ല. അതേസമയത്ത് വേറൊരു വീട്ടിൽ പോകുമ്പം നമുക്ക് അവർ നമുക്ക് എതിരായിട്ടിരുന്നാലും നമ്മൾ ക്ഷമിച്ചേ പറ്റൂ. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ. സോ നമ്മുടെ ലൈഫ് പാർട്ട്ണറുടെ ഗുണങ്ങൾ നമ്മളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന പല സ്വഭാവങ്ങളെ തട്ടി ഉണർത്തുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അതാ പറയുന്നത്. നമ്മളെ ഒട്ടും സ്നേഹിക്കാത്ത ഒരു ലൈഫ് പാർട്ട്ണറാണെങ്കിൽ അപ്പം ലുക്ക് വിതിൻ, നീ ഉള്ളിൽ നോക്ക്, അവിടെ സ്നേഹമാണ് വലുത്. ആ ഒരു പാഠമാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. നമ്മളെ സ്നേഹിക്കുന്നില്ല, നമ്മളുടെ ലൈഫ് പാർട്ട്ണർ ഒട്ടും നമ്മളെ സ്നേഹിക്കുന്നില്ല. അപ്പം അവിടെയാണ് നമ്മൾ സ്നേഹത്തിൻ്റെ മഹത്വത്തിനെക്കുറിച്ച് പഠിക്കുന്നത്. ഒരു പക്ഷേ ചിലപ്പം ഈ ജന്മം എടുത്തത് തന്നെ, ഇങ്ങനെ ഒരു ലൈഫ് പാർട്ട്ണറെ നമ്മൾ കിട്ടിയത് തന്നെ നമ്മളെ ഇത്രയും വലിയ ഒരു പാഠം പഠിപ്പിക്കാനായിരിക്കും. അപ്പം നമ്മളുടെ ഉള്ളിൽ ഏത് കുറവോ അതാണ് നമ്മളുടെ ലൈഫ് പാർട്ട്ണർ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ലൈഫ് പാർട്ട്ണർ ചെയ്യുന്നത് മാത്രം ശരിയാണോ ഇല്ലയോ നമ്മൾ തീരുമാനിക്കേണ്ട കാര്യമില്ല. അവനോൻ്റെ കാര്യം അവനോന്, അതായത് അവരോര് ചെയ്യുന്ന കർമ്മ അവരവർക്ക്. ലൈഫ് പാർട്ട്ണറിനായതുകൊണ്ട് അവരുടെ കർമ്മ ഒന്നും നമ്മൾ ഷെയർ ചെയ്യേണ്ട കാര്യമില്ല, ഇല്ലയോ? ഞാൻ ചെയ്യുന്ന നല്ലതും ചീത്തയും എനിക്ക്, അവർ ചെയ്യുന്നത് അവർക്ക്. ഓക്കെ, അങ്ങനെയാണ്. ഇപ്പം ചിലപ്പം നമ്മൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കും. ഭാര്യയും ഭർത്താവെന്ന് പറയുമ്പം രണ്ടും കാണും. ചിലപ്പം വഴക്കിടും, ഒരാഴ്ച മിണ്ടത്തില്ല. ചിലപ്പം ഭയങ്കര അന്യോന്യമായിട്ടിരിക്കും. അപ്പം നമുക്ക് ലോകമേ നമ്മുടെ കാലടിയിലാണ്. നമ്മളുടെ ഭർത്താവ് നമ്മളെ ഇത്രയും സ്നേഹിക്കുന്നു, നമ്മൾ പറയുന്നതെല്ലാം മനസ്സിലാക്കുന്നു. ചിലർക്കൊക്കെ ഞാൻ പറയുന്നതെല്ലാം വാങ്ങിച്ചു തന്നാൽ നല്ല ഹസ്ബൻഡാണ് എന്നൊക്കെ. ഓരോരുത്തരുടെ ലെവൽ ഓരോ രീതിയിലാണ്. അപ്പം ചിലപ്പം സന്തോഷമായിരിക്കുന്നു, ചിലപ്പം വഴക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്നു, നമ്മളെ മനസ്സിലാക്കി എടുക്കുന്നില്ല, നമ്മളെ സ്നേഹിച്ച് കൊണ്ടുപോകേണ്ടിയ താലി കെട്ടിയ പുരുഷൻ നമ്മളെ മനസ്സിലാക്കുന്നില്ല എന്ന് പറയുമ്പം അത് വലിയ ഒരു ദുഃഖകരമായ ഒരു കാര്യമാണ്. പിന്നെ അതിൽ നിന്ന് നമ്മൾ കുറേ നല്ല കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പം ഇതിലെന്തുവാ പറയുന്നതെന്ന് വെച്ചാൽ, സന്തോഷമായിട്ടിരുന്നാലും വഴക്കിട്ട് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോയാലും ഇതൊരു സേക്രഡ് പ്ലാനിൻ്റെ ഭാഗം. അതായത് എല്ലാവർക്കും എല്ലാം തികഞ്ഞ ലൈഫ് പാർട്ട്ണർ കിട്ടുകയില്ല. അവരുടെ അടുത്ത് നല്ല ഗുണങ്ങളും ഉണ്ട്, പോരായ്മകളും ഉണ്ട്. നല്ല ഗുണങ്ങൾ അത് ഒരു പ്ലാനിൻ്റെ ഒരു ഭാഗം. അവരുടെ ചീത്ത സ്വഭാവങ്ങൾ, അവരുടെ നെഗറ്റീവ് ഇമോഷൻസ്, അവർ അതിനെ പ്രകടിപ്പിക്കുന്ന രീതി പലതും ഉണ്ടല്ലോ. അതെല്ലാം കൂടെ ഒരു സേക്രഡ് പ്ലാനിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ട് കണ്ടാൽ മാത്രം മതി. ഓക്കെ, ഇതിലാണ് ഈ വിപസന മെഡിറ്റേഷനിൽ പറയും സാക്ഷിഭാവം. ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നോ ചെയ്യട്ടെ, നമ്മൾ ഒരു സാക്ഷിയായിട്ട് മാത്രം ഇരിക്കുക, ഒരു വിറ്റ്നസ്. ആ സാക്ഷിഭാവനയിൽ കൂടെയാണ് നമ്മൾ ഡെയിലി നിരന്തരം ഡെയിലി ബേസിസ് നമ്മൾ
കുറേ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നത്. ഓക്കെ, അപ്പം നമ്മളുടെ സോളിൻ്റെ ആത്മാവിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടി, പരിണാമ വളർച്ചയ്ക്ക് വേണ്ടിയാണ് നമ്മളുടെ സോളാണ് ഇങ്ങനത്തെ ആൾക്കാരെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇങ്ങനത്തെ ആൾക്കാരെ മാത്രമല്ല, ഇങ്ങനത്തെ സിറ്റുവേഷൻസ്, ഇങ്ങനത്തെ കണ്ടീഷൻസ്, ഫാമിലിയിൽ ഉള്ള കണ്ടീഷൻസ് നമ്മളുടെ സോളാണ് നമുക്ക് വേണ്ടി തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് എന്തൊക്കെ നമുക്ക് പഠിക്കാനുണ്ടോ അതൊക്കെ പഠിക്കുക. പഠിച്ചിട്ട് ജോലി തീർന്നോ പോവുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൽ ഒരുപാടൊന്നും നമ്മൾ കണക്ക് കൂട്ടി ഒന്നും ചെയ്യണ്ട. നല്ല ഒരു ലൈഫ് പാർട്ട്ണറോ എൻജോയ്, നല്ല അല്ലാത്ത ലൈഫ് പാർട്ട്ണറാണെങ്കിൽ നമ്മൾ ഒതുങ്ങുക. ഞാൻ ഇപ്പോൾ ഈ കൗൺസിലിങ്ങിൽ ഒരുപാട് പേർക്ക് പറയുന്നതാണ്, നിങ്ങൾ മൗനം പാലിക്കുക. മൗനം പാലിക്കുന്നതെന്ന് വെച്ചാൽ എന്താ? എല്ലാത്തിനും വില്ലെന്ന് വഴക്കിട്ടുകൊണ്ട് എതിർത്ത് സംസാരിച്ചുകൊണ്ട് പിന്നെ എന്നെ അത് പറഞ്ഞു ഇത് പറഞ്ഞു, അല്ലെങ്കിൽ അടിച്ചു, അല്ലെങ്കിൽ എനിക്ക് കാശ് തരുന്നില്ല എന്നൊക്കെ കുറ്റപ്പെടുത്തുന്നതിനെക്കാട്ടിലും സൈലൻറ്റിൽ പോകണം. ഇപ്പോഴും ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിട്ടയറായി, 2 മക്കൾ വലുതായി, അവർക്ക് കല്യാണപ്രായമായി. ഇപ്പോഴും ഇവർ തമ്മിൽ എന്തോ വഴക്ക്? നിൻ്റെ അമ്മ പറഞ്ഞത് ശരിയാണോ? കല്യാണ സമയത്ത് നിൻ്റെ അച്ഛൻ ഇത്ര പവനിടാമെന്ന് പറഞ്ഞു, പിന്നെ അപ്പം ഇല്ല പിന്നെ തരാമെന്ന് പറഞ്ഞു, ഇന്ന് വരെ തന്നില്ലല്ലോ. ഉടനെ ഭാര്യ, നിങ്ങളുടെ അമ്മ ചെയ്തത് ശരിയാണോ? നിങ്ങളുടെ അനിയത്തി ചെയ്തത് ശരിയാണോ? 10 വർഷം 15 വർഷത്തിന് മുമ്പേ നടന്നത് വരെ ഇതുവരെ ഇപ്പോഴും നമ്മൾ മനസ്സിൽ ഓർത്ത് കിടക്കുക. അതിനെ വിളിച്ചു കൂവി പറയുക, അതിനെ പറഞ്ഞ് കുത്തിക്കാണിക്കുക. ഇങ്ങനെയാണ് ജന്മം പൂരാൻ വഴക്ക്. അപ്പം അത് നല്ല സാഹചര്യമാണെങ്കിൽ എൻജോയ് ചെയ്യണം ലൈഫ്. നല്ല സാഹചര്യം അല്ല, അവിടെ ഒന്നും ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ കുറേശ്ശെ നമ്മൾ സൈലൻറ്റിലോട്ട് പോകണം. സൈലൻ്റായിട്ടിരുന്ന് കാര്യങ്ങൾ കണ്ടും കേട്ടും പഠിച്ചും മനസ്സിലാക്കി ഓക്കെ ഒതുങ്ങുക എന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് വന്നു, ഞാൻ ഒറ്റയ്ക്ക് പോകാൻ പോകുന്നു, അതിൻ്റെ ഇടയിൽ കുറേ പാഠങ്ങൾ പഠിക്കുന്നു, അത്രയേ ഉള്ളൂ എന്നുള്ള ഒരു മനോഭാവത്തിൽ നമ്മൾ ജീവിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും കുറേ കൂടെ കാര്യങ്ങളുണ്ട്, അത് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.